ഹലോ ഗായ്സ്. അപ്പോൾ ഇത്രയും ദിവസത്തിനിടയിൽ ഇതിപ്പോൾ എവിടെ നിന്നാണ് വന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? എന്താണോ 4 ദിവസം ലീവ് ഉണ്ടായിരുന്നില്ലേ പെരുന്നാളിൻ്റെ സമയം? ആ ടൈം ഫോൺ എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും ഈ വീട്ടിലുള്ള ഐറ്റങ്ങളൊന്നും തന്നെ സമ്മതിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ 4 ദിവസം ലീവിൽ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോയ എല്ലാ വീഡിയോസും ഞാൻ അതിന് പകരമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ ഷാർജയിലേക്ക് പോവുകയാണ്. രാവിലെ തന്നെ ഒരു 8 മണി 8:30 സൂര്യൻ ഉദിച്ച ഉടനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി രാവിലെ ഞങ്ങൾക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ചിട്ടാണ് പോയിട്ടുണ്ടായത്. വെജ് മീൽ കയറിയിട്ട് മസാല ദോശയാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തുമ്പോഴേക്കും ഇവരൊന്നും ഉറങ്ങി എണീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ചേച്ചി അങ്ങനെ കാണിച്ചത്. കാരണം ഞങ്ങൾ വരുന്നത് ഒരു 10 മണി 10:30 ആവുമെന്നാണ് പറഞ്ഞത്. ഈ 8:30 പുലർച്ചയ്ക്ക് ഞങ്ങളവിടെ എത്തുമെന്ന് അവർ കരുതിയിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് രണ്ടാൾക്കും ഡ്യൂട്ടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവർ പോയിട്ടുണ്ടായി. ഞാനും മോളും ഇവളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി പോയി. നേരെ നെസ്റ്റോ പോയി അല്ലറ ചില്ലറ പർച്ചേസൊക്കെ കഴിഞ്ഞു. ആ പോകുന്ന വഴിയിൽ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഈ ട്രോളിയിൽ നിന്ന് അവൾ ഓർഡർ ഇടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതാ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുന്ന വഴി നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ട് കുടയെടുത്തത്. പിന്നെ ആ കുട അവിടെ നിന്ന് വിടുന്നുണ്ടായിട്ടില്ല. പിന്നെ അതിനുശേഷം ഇതാ റൂമിലെത്തിയപ്പം തന്നെ ഒരു 12:30 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വയറ് നിറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയ മന്തിയും കുറച്ച് ബിരിയാണിയൊക്കെ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇത് ഈ 2 മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ കിടന്നു. അതിനുശേഷം നമ്മളൊരു സോഡാ സർബത്തൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അതിലിതാ ഒരു ഗ്ലാസ് അവൾ പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മക്കൾ ഒരാൾ നന്നായി ഉറങ്ങാൻ തുടങ്ങി. ഞങ്ങളൊരു ഫിലിമൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഗ്ലാസ് പൊട്ടിയെന്ന്, അതാണിത്. അത് അവൾ തന്നെ പെറുക്കിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് സമയം കിടക്കാമെന്നുള്ളതിൽ ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങളും മക്കളും കൂടെ അങ്ങനെ കിടന്നു. പിന്നെ എണീറ്റത് ഒരു 4:30 5 മണി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.